ഒരു നാട്ടിലെ വൃദ്ധരെയെല്ലാം തിരഞ്ഞുപിടിച്ച് കൊന്നു കത്തിക്കുകയാണ്, അതും ദുർമന്ത്രവാദം ആരോപിച്ച്. ഈ പറയുന്നത് 100 വർഷം മുമ്പ് നടന്നൊരു സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും ഒരുപക്ഷെ അവിടെ ആളുകൾ കത്തിക്ക് ഇരയാകുന്നുണ്ടാകും. സംഭവം നടക്കുന്നത് കരീബിയൻ രാഷ്ട്രമായ ഹെയ്തിയിലാണ്. തലസ്ഥാനമായ പോർട്ടോ ഓ പ്രിൻസിലെ വോഫ് ജെർമി എന്ന പ്രദേശം ഭരിക്കുന്ന ഗാങ്സ്റ്റർ മോണൽ ഫിലിക്സ് ആണ് ഈ കൂട്ടക്കൊല നടത്തുന്നത്. മിക്കാനോസ് എന്നും അറിയപ്പെടുന്ന മോണലിന്റെ മകൻ നാളുകൾക്ക് മുമ്പ് അകാലത്തിൽ മരിച്ചു. മകന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ മിക്കാനോസ് സമീപിച്ചത് വൂഡു എന്ന കരീബിയൻ മതത്തിലെ ഒരു മന്ത്രവാദിയെ. നാട്ടിലെ വയസ്സായ ആരോ മകൻ കൊല്ലപ്പെടാൻ ദുർമന്ത്രവാദം നടത്തിയെന്നായിരുന്നു അയാളുടെ കണ്ടെത്തൽ. ഇതോടെയാണ് ഹെയ്ത്തിയെയും ലോകത്തെയും ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പര ആരംഭിച്ചത്. തന്റെ മകൻ കൊല്ലപ്പെടാൻ കാരണക്കാരായ വൃദ്ധരെ തിരഞ്ഞുപിടിക്കുന്നത് പ്രയാസമായതുകൊണ്ട് നാട്ടിലെ വൃദ്ധരെ എല്ലാം കൊല്ലാനാണ് മിക്കാനോസ് ഉത്തരവിട്ടത്. ഇതോടെ അയാളുടെ സംഘത്തിലെ ആളുകൾ വീടുകൾ അതിക്രമിച്ചു കയറി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കുത്തിക്കൊന്ന് കത്തിക്കുകയാണ്. UN മനുഷ്യാവകാശ സംഘടനാ തലവൻ വോൾക്കർ ടർക്കിന്റെ വാക്കുകൾ പ്രകാരം വോർഫ് ജെർമിയയിലെ സിറ്റേസോളിൽ എന്ന പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 184 പേരാണ് കൊല്ലപ്പെട്ടത്. മിക്കാനോയുടെ കൂട്ടാളികൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് ഒരുമിച്ച് ഒരിടത്ത് കൊണ്ടുവരും. എന്നിട്ട് കുത്തിയോ വെടിവെച്ചോ കൊല്ലും, പിന്നെ കത്തിക്കും. ഇതാണ് രീതി. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 60 പേരും ശനിയാഴ്ച 50 പേരും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഇക്കൂട്ടത്തിൽ ഈ കൂട്ടക്കൊലയെ പ്രതിരോധിച്ച യുവാക്കളുമുണ്ട്. ഈ വോർഫ് ജെർമിയ എന്ന പ്രദേശം ചെറുതാണെങ്കിലും പോലീസിന് അവിടെ പ്രവേശിക്കാനാവില്ല. ഹെയ്തി തലസ്ഥാനത്തെ അടക്കി ഭരിക്കുന്ന വിവ് അൻസാനം എന്ന ഗ്യാങ് സഖ്യത്തിന്റെ ഭാഗമാണ് മിക്കാനോസിന്റെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അവരുടെ ടെറിട്ടറിയിൽ കയറിയാൽ അതാരായാലും വിവരമറിയും. അത്ര ശക്തമാണ് മിക്കാനോസിന്റെ സാമ്രാജ്യം. മാത്രമല്ല, നാട്ടിലെ ആളുകൾക്ക് വോർഫ് ജെർമിയയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മിക്കാനോസിന്റെ വിലക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത് വളരെ പതിയെയാണ്. 2021 അന്നത്തെ പ്രസിഡന്റിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഹെയ്തി രക്തരൂക്ഷിതമാണ്. അധോലോക ഗ്യാങ്ങുകളുടെ തമ്മിലടി തന്നെ കാരണം. ഈ വർഷം മാത്രം വിവിധ സംഭവങ്ങളിലായി 5000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 3 ഒറ്റ ദിവസം കൊണ്ട് 115 പേരാണ് ഗ്യാങ് വാറിൽ അവിടെ കൊല്ലപ്പെട്ടത്. പോർട്ടോ പ്രിൻസിന്റെ 85% അധോലോകം പിടിച്ചടക്കിയതോടെ 7 ലക്ഷം ആളുകളാണ് രാജ്യത്തിന്റെ പല ഭാഗത്തേക്കായി പലായനം ചെയ്തത്. ജനങ്ങളുടെ ഉള്ളിൽ ഭയം വളർത്താൻ ഇക്കൂട്ടർ നടത്തുന്ന കൂട്ടബലാത്സംഗവും കൊലപാതകവും സഹിക്കാൻ കഴിയാതെയാണ് എല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾ ഒഴിഞ്ഞത്. ഈ സംഭവങ്ങൾക്കെല്ലാം പുറമെയാണ് ദുർമന്ത്രവാദം ആരോപിച്ച് നിരപരാധികളെ കൊന്നൊടുക്കുന്ന കണ്ണില്ലാത്ത ക്രൂരത. പോർട്ടോ പ്രിൻസിലെ അക്രമികൾക്ക് നിയമത്തെയും പോലീസിനെയും ഭയമില്ലെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണ്ടെത്തൽ. ഹെയ്തിയിലെ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കെനിയ നയിച്ച മൾട്ടിനാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ട് മിഷൻ പരാജയപ്പെട്ടു. ജൂണിൽ രാജ്യാന്തര പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഈ ഗ്യാങ്ങുകളോട് പോരടിക്കാനുള്ള ആയുധങ്ങളോ സംവിധാനങ്ങളോ പണമോ ലഭ്യമായില്ല. രാജ്യത്ത് നിയമവാഴ്ചയും ഭരണ സംവിധാനവും തിരികെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ട്രാൻസിഷണൽ പ്രസിഡൻഷ്യൽ കൗൺസിലും ആകെ അവതാളത്തിലാണ്.